ഇന്ത്യ എന്ന മഹാരാജ്യം സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാസിനോ പോലുള്ള ചൂതാട്ടത്തിൻ്റെ തീജ്വാലകൾ ആളിക്കത്തുകയായിരുന്നു. അതിൻ്റെ ഒരംശം കടലാസിൻ്റെ രൂപത്തിൽ ഇന്ത്യയിലുമെത്തി. തുടക്കം നമ്മുടെ കൊച്ചു കേരളത്തിലും. ഇതിനെ ചിലർ കോടീശ്വരൻ എന്നും ചിലർ കോടീശ്വരി എന്നും ചിലർ രക്ഷപ്രഭു എന്നും വിളിച്ചു. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ പേരാണ് ലോട്ടറി. ഇവരിൽ നിന്നുമാണ് നമ്മുടെ കഥയുടെ തുടക്കം. എടാ സത്താറ, നീ കാരണം എൻ്റെ ഒരു പെഗ്ഗാണ് പോയത്. രാവിലെ തന്നെ നല്ല കയറ്റാണല്ലേ. ഒന്നും പറയണ്ട മച്ചാനെ, ഇന്നലെ പോയ മുതലാളിയുമായി ഉടക്കി, ആ പണിയും പോയി. നീ ഏത് പണിക്കാ നേരെ പോയിട്ടുള്ളത്? ആരാ ഈ പറയണേ നോക്കിയേ. ശശി, ഞാൻ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങി. ഞാൻ തന്നെ മുതലാളി, ഞാൻ തന്നെ തൊഴിലാളി. ഇതൊക്കെ വല്ലതും ഉള്ളതാണോടെ? നിനക്ക് വിശ്വാസത്തിൽ നീ നാളെ രാവിലെ വാ. എന്നാ പിന്നെ നാളെ ഒരു കൈ നോക്കാല്ലേ? നോക്കാം. ഇതിനെ കാണുന്നില്ലല്ലോ. ആ വന്നാ. എത്ര സമയമായിട്ട് ഇവിടെ കാത്തു നിൽക്കണം? നീ കുറെ നേരം ഇവിടെ നിൽക്കുന്നത്. ആടോ സോറിടാ, കുറച്ച് നേരം വഴി പോയി. എന്താ നമ്മുടെ ബിസിനസ് സത്താറേ? ബിസിനസ്സാ മോനെ. ഇതാ മോനെ ലോട്ടറി. ലോട്ടറിയാ? വിക്കടേ. ലോട്ടറി ആണെങ്കിൽ ലോട്ടറി കോപ്പ്. പണിയില്ലാത്തവന് ഈ പണി അന്ന കോപ്പ്. എന്നാ പിന്നെ പോകുമല്ലേ? ആ വാ പോവാം.
ആ സത്താറേ, എന്നാ ഇന്നത്തെ കളക്ഷൻ? എന്നാ നിന്റെ 1500 കമ്മീഷൻ. ഇത് കൊള്ളാലോ പരിപാടി. എന്നാൽ പിന്നെ നാളെ ഇതിനെയും വെച്ച് ഉഷാറാക്കണം. എന്നാൽ പിന്നെ നാളെ ഇതിനെ വെച്ച് ഉഷാറാക്കാം. कौसल्या सुप्रजा रामपूर्वा संध्या प्रवर्तते. എന്താ സത്താറ് ഇവിടെ ഇരിക്കുന്നു? ആ, എന്താ നീ പുതിയ ഡ്രസ്സിൽ? ലോട്ടറി എല്ലാം വിറ്റ് കഴിഞ്ഞടാ. എൻ്റെയും കഴിഞ്ഞു. എൻ്റെയും കഴിഞ്ഞു. ഡാ, ഇയാളുണ്ടോ എൻ്റെ എല്ലാ ലോട്ടറി എടുത്ത്? എൻ്റെ അടുത്ത് ഇയാൾ തന്നെയാടാ എല്ലാ ലോട്ടറി എടുത്ത്. ഡാ, ഒരു കാര്യമുണ്ട്, നമ്മളിന്ന് ഇയാൾ ലോട്ടറി എടുക്കില്ലല്ലോ. അതുണ്ടാവില്ലല്ലോ. നമുക്ക് ചോദിച്ചു നോക്കിയാലോ? എന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് വേണോ? വാടാ പോയി നോക്കാം. എല്ലാം തകർന്ന് തരിപ്പണമായി നമ്മുടെ സർക്കാരിൻ്റെ ഗുണം കൊണ്ട്. എല്ലാം, സകല മേഖലയും. നമസ്കാരം സാറേ, ഞാൻ ആ. സത്താർ. ആ. ഇവൻ ശശി. ആ, നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ നിന്ന് കഷ്ടപ്പെടാനിട്ടാണോ സാർ ലോട്ടറി എടുത്ത്? അതെന്താ അങ്ങനെ ചോദിച്ച്? സാറേ കണ്ടാൽ ഒരു ലോട്ടറി എടുക്കുന്ന ആളെ പോലെ ഇല്ലല്ലോ. ഈ ചോദ്യത്തിന് വേണ്ടി ഞാനിവിടെ കാത്തു നിന്നത്. അതറിയണമെങ്കിൽ നമുക്കൊരു ഇടം വരെ പോകാം. ശരി, പോവാം. വാ, വരും. ആ മണിയുടെ വീട് എവിടെയാ? ഞാൻ കാണിച്ചു തരാം. എന്നൊക്കെ ആയിരിക്കും? ദാ അവിടെ വീട്. ആ, അവർ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കി നടക്ക്. ദാ അവിടെ ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. ഈ സാറാ? ആരാ, മനസ്സിലായില്ല. ആ മണി, ഞാനാ ശ്രീധരേട്ടൻ. എന്താ ശ്രീധരേട്ടാ പതിവില്ലാണ്ട്? ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കാണാൻ വന്നതാ. എൻ്റെ 2 സുഹൃത്തുക്കളുമുണ്ട് കൂടെ. പിന്നെന്താ നിന്റെ വിശേഷം? എന്ത് പറയാനാ ശ്രീധരേട്ടാ, 2 ദിവസമായി മുഴു പട്ടിണിയാ. പഴയ പോലെ കച്ചവടമൊന്നുമില്ല, കുറവാ. ഇന്നാ ഇത് വെച്ചോ. ഒന്നും വിചാരിക്കണ്ട, കടമായി വിചാരിച്ചാലും മതി. എന്നാ നീ വിട്ടോ. ഇതാരാണെന്നറിയോ? ഇല്ല, അതാരാ? ഇതാണ് മണി, ലോട്ടറി മണി. ഇവൻ ഈ പ്രകൃതിയുടെ സുഹൃത്തായിരുന്നു. ഇവൻ ഈ വയലും വരമ്പും പുഴയും കാറ്റും കുന്നും മേടും കാടും തോടും റോഡും അവന് സുപരിചിതമാണ്. അവൻ ഇതെല്ലാം താണ്ടി അങ്ങാടിയിലെത്തുന്നു ലോട്ടറി വിൽപ്പനയ്ക്കായി. അതുപോലെ തിരിച്ചു വീട്ടിലേക്കും കുടുംബത്തിൻ്റെ അന്നത്തിനു വേണ്ടി. അവൻ്റെ കാണാത്ത കണ്ണുകളെ അവൻ്റെ പതറാത്ത നെഞ്ചുകൾ കൊണ്ട് അവൻ പ്രതികരിച്ചു. അതായിരുന്നു അവൻ്റെ ജീവിതം. ഈ പോയവൻ്റെ ജീവിതത്തിലേക്ക്, ദാരിദ്ര്യമായ ജീവിതത്തിലേക്ക് 2 വ്യക്തികൾ കടന്നു വന്നു. ആരാണവർ? എട മരപ്പോത്തുകളെ, നിന്നെ പോലെയുള്ള യുവാക്കൾ മുണ്ടും മടക്കി നെഞ്ചും വിരിച്ച് ലോട്ടറി വിൽക്കാൻ ഇറങ്ങിയാൽ ഇവരെ പോലുള്ള പാവങ്ങൾ പട്ടിണി കടന്ന് ചാവുമല്ലാതെ വേറെന്ത് ചെയ്യും? വൃദ്ധന്മാരും അന്ധന്മാരും വികലാംഗരും നിങ്ങളെപ്പോലുള്ളവർ കാരണം പട്ടിണിയായി പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. 1967 അന്നത്തെ EMSന്റെ ഭരണകാലത്ത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന ശ്രീ കുഞ്ഞു മുഹമ്മദ് സാഹിബ് കൊണ്ടുവന്നതാണ് ഈ ലോട്ടറി പ്രസ്ഥാനം.
എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? ഇതുപോലെ പാവപ്പെട്ട നിർധനരായവർക്ക് വേണ്ടി, ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി. അന്നത്തെ മന്ത്രിസഭ ഇവരെ പോലുള്ള പാവപ്പെട്ടവർക്കും നിർധനരായവർക്കും വികലാംഗർക്കും കുത്തകയായി നൽകിയിരുന്നുവെങ്കിൽ നിങ്ങളെ പോലുള്ള പരമ വിഡ്ഢികൾ അല്ലെങ്കിൽ മടിയന്മാർ ഇതും കൊണ്ട് നടക്കില്ലായിരുന്നു. മണിയെ പോലുള്ളവർക്ക് വേണ്ടി ലക്ഷ്യം വെച്ചിറക്കിയ ലോട്ടറി ഇന്ന് നിങ്ങളെ പോലെയുള്ള യുവാക്കളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് കാരണം എന്തെന്നറിയാമോ? ഈ ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നത് മദ്യവും ഇതുപോലുള്ള ലോട്ടറിയും കൊണ്ടാണ്. മനസ്സിൽ കുറച്ചെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ ഇതെല്ലാം വിട്ട് വല്ല വാർക്കപ്പണിക്ക് പൊകിനടാ. पुष्टिवर्धनम् उर्वारुकमिव बन्धनम् प्रत्योमोक्षीय